പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ലൂക്കോസ് 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. നാം എല്ലാവരും വീണ്ടും ഒരു ക്രിസ്മസ് കാലയളവിൽ വന്നെത്തിയല്ലോ. ദൈവത്തെ ഒത്തിരി അധികം സ്തുതിക്കാം. അനേകം പ്രോഗ്രാംസും കാരൽ സർവീസസും പള്ളിയിലെ സർവീസസും അതിനുമപ്പുറം കോളേജസിലും ഓഫീസസിലും സ്കൂൾസിലെല്ലാം ക്രിസ്മസ് ഗിഫ്റ്റിങ്ങും വൈനും കേക്കൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ മാത്രമല്ല, ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു വലിയ ഫെസ്റ്റിവൽ കൂടിയാണല്ലോ ക്രിസ്മസ്. നമ്മൾ എവിടെ ചെന്നാലും ലൈറ്റ്സും ഭംഗിയുള്ള ക്രിസ്മസ് ട്രീസും ഒക്കെ കാണുന്നത് നമ്മുടെ എല്ലാം ഉള്ളിൽ വളരെയധികം സന്തോഷം നൽകുന്നത് തന്നെയാണ്. എന്നാൽ ഈ ക്രിസ്മസ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യരാശിയുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ക്രിസ്തേശുവിന്റെ ജനനം, അത് കൊണ്ടാടുന്നതാണല്ലോ ക്രിസ്മസ്. കൊലോസ്യർ 3-ാം അധ്യായം 15-ാം വാക്യം. Colossians 3:15. And let the peace that comes from Christ rule in your hearts, for as members of one body you are called to live in peace and always be thankful. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പൻ. ക്രിസ്തുവിന്റെ സമാധാനം അത് നമ്മുടെ ഉള്ളിൽ വാഴുമ്പോഴാണ്, നമ്മൾ എത്ര തിരക്കേറിയ ജീവിതത്തിലായിരിക്കുമ്പോഴും നമുക്ക് വളരെ സമാധാനത്തോടു കൂടി ദൈവത്തോടുള്ള റിലേഷൻഷിപ്പ് പുതുക്കിക്കൊണ്ട് ഓരോ ദിവസവും മുന്നേറുവാൻ സാധിക്കുന്നത്. നമ്മുടെ ചുറ്റും അനേകം കാര്യങ്ങൾ നടക്കുമ്പോൾ പോലും നമ്മുടെ ഉള്ളിൽ അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടോ ഇറിറ്റേറ്റഡ് ആയിട്ടോ ഇരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചിന്തിക്കുവാനും ചെയ്യുവാനും ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷെ എത്ര അധികം തിരക്കുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും ക്രിസ്തുവിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുന്നതാണെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ക്രിസ്തുവിന്റെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നവരായി തീരുവാൻ സാധിക്കും. ഈ തിരക്കേറിയ ക്രിസ്മസ് കാലയളവിലും ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനായി അല്പസമയം ദൈവത്തോട് ചെലവഴിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അവസരം തന്ന എല്ലാവരോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു ആൻഡ് ഹാവ് എ വെരി മെറി ക്രിസ്മസ്.